السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണം അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, അല്ലാഹുവേ ഒരു നിലക്കും അവരെ നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബലാഅുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. 5:30 ഈ സയ്യിദിയ മജ്ലിസ് കാണുന്നവർ അല്ലാഹുവേ, സ്ഥിരമായി വീക്ഷിക്കുന്നവര്, ആ മജ്ലിസിൽ ഒരു അംഗമായവർ അല്ലാഹുവേ നീ കൊയക്കല്ല അല്ലാഹ്. മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരെ ഇടങ്ങേറുകൾ മാറ്റി കൊടുക്കണം അല്ലാഹ്. വലിയ ഇജാബത്ത് ലഭിക്കുന്ന വലിയ മജ്ലിസാണ് നമ്മുടെ മുഅ്മിനീങ്ങളെ 5:30 മജ്ലിസ്. ഇൻഷാ അല്ലാഹ് ആദ്യമായി ആരെങ്കിലും വീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ആ മജ്ലിസ് പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുത കലവറയായ ഒരു ഇസ്മിനെ പറ്റിയാണ്. ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ മഹാന്മാര് ചൊല്ലാൻ കൽപ്പിച്ച അതിശ്രേഷ്ഠമായ ഒരു ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിമഹത്വമേറിയ ഒരു ഇസ്മിനെ പറ്റിയാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിലെ അതിശ്രേഷ്ഠമായ ഒരു നാമം, അതിശ്രേഷ്ഠമായ ഒരു നാമം ഇൻഷാ അല്ലാഹ്. ആ ഇസ്മ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ, ഏതെല്ലാം രീതിയിൽ ആ ഇസ്മിനെ കൊണ്ട് നമുക്ക് അമലെടുക്കാം. ഓരോ ഇസ്മും, ഈ 99 നാമങ്ങളിൽ ഓരോ ഇസ്മും നമ്മൾ അമലെടുക്കേണ്ടത് ഓരോരോ മുറാദുകൾ വെച്ചിട്ടാണ്. ഓരോരോ മുറാദ് വെച്ചിട്ടാണ് ഓരോരോ ഇസ്മിനെ കൊണ്ടും അമലെടുക്കേണ്ടത്. നമ്മൾ മജ്ലിസിൽ പറഞ്ഞതാണ്, ഓരോരോ ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓരോരോ ഇസ്മിനെ കൊണ്ടും എങ്ങനെയാണ് അമലെടുക്കേണ്ടത് ഓരോരോ ഇസ്മ പറഞ്ഞ്, ഇത് ഏത് രീതിയിലാണ് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കേണ്ടത്, എന്ത് ബുദ്ധിമുട്ടിനാണ് ഈ ഇസ്മി നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾ വ്യക്തമാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു കുഞ്ഞൻ ഇസ്മ, അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മിനെ കൊണ്ട് അമലെടുത്തു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. നമുക്ക് എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം, ഏത് എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ഈ ഇസ്മ പതിവാക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയുന്ന ഒരു പരിപൂർണമായിട്ടുള്ള ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. അസ്മാഉൽ ഹുസ്ന അറിയാത്തവരായി ആരുണ്ടാവില്ല. പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, അതാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയവരുണ്ടാവാം. അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അത് ഫലിക്കപ്പെടും. ആ ഇസ്മ ചൊല്ലിയാൽ അവരുടെ മുറാദുകൾ എത്രയും എളുപ്പത്തിൽ ആ മുറാദുകൾ അവർക്ക് ഫലിക്കപ്പെടും.
ഇൻഷാ അല്ലാഹ് എല്ലാത്തവരും ഈ അതനുസരിച്ച് ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ഇസ്മാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ സകലമാന മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും. അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു നടത്തി കൊടുക്കും. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങളെ, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഇസ്മ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ശുദ്ധിയോടുകൂടി 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അതനുസരിച്ച് എണ്ണമനുസരിച്ച് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ മിന്നലിന്റെ വേഗത്തിൽ അവന്റെ ആഗ്രഹം എന്തുമാവട്ടെ അല്ലാഹു നടത്തി കൊടുക്കും. പ്രയാസത്തിൽ ഒരാൾ കുടുങ്ങി നിൽക്കുകയാണ്, ഒരു പ്രയാസത്തിൽ, ഒരു പ്രതിസന്ധി, എനിക്കിനി മുന്നോട്ട് ഒന്നുമില്ല. അങ്ങനെ ആളുകളുണ്ട്, നമ്മളെ സമീപിക്കുന്നവരുണ്ട്. തങ്ങളെ, എനിക്കിനി മുന്നോട്ടൊന്നുമില്ല, കാരണം ഞാൻ വലുതായിട്ട് ലോക്കായി കിടക്കുകയാണ്, വലുതായിട്ട് കുടുക്കിലാണ്, വലിയ കടബാധിത, കടം കൊണ്ട് പൊറുതി മുട്ടിക്കിടക്കുകയാണ്, വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും കഴിയാത്തൊരവസ്ഥ. കടക്കാര് നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കാണ്ടായിട്ട് വേണ്ട തങ്ങളെ ഇറങ്ങി പറയുന്നവരുണ്ട്. കൊടുക്കാനില്ല, ഞാൻ ഓടിയും പൂത്തി വെച്ചിട്ടല്ല, ഞാൻ എവിടെയും മാറ്റി വെച്ചിട്ടല്ല, കൊടുക്കാനില്ലായിട്ടാണ്, കൊടുക്കാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും തടസ്സങ്ങളും എന്നെങ്ങനെ വരിഞ്ഞു കെട്ടിയതുപോലെ എനിക്കൊന്ന് അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ വലിയ പ്രയാസമാണ്. എനിക്ക് എൻ്റെ മുന്നിൽ ഇനിയുള്ളത് മരണം മാത്രമാണ്, മരണം മാത്രമാണ്. എത്രയോ ആളുകളുണ്ട് ആ പൈതങ്ങളുടെ മുഖമൊന്ന് കാണുമ്പോൾ അത്തരം അവസ്ഥ എനിക്ക് വരുന്നില്ല തങ്ങളെ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് എനിക്ക് ആ അവസ്ഥയിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും വഴിയ. അത്തരം അവസ്ഥയിൽ ആരും അങ്ങനെ ചിന്തിക്കരുത് എൻ്റെ മുഅ്മിനീങ്ങളെ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരയുന്നവരോട് ഞാൻ പറയാറുണ്ട്, അല്ലാഹു ഇതിനൊക്കെ വലിയ വിജയം അല്ലാഹു നൽകും. ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ മുക്തത നേടിയാൽ, നിങ്ങൾ വലിയ വിജയം നേടിയാൽ, ആ പരീക്ഷണത്തിന് നിങ്ങൾ അതിജീവിച്ചാൽ, എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദര, അല്ലാഹു നിനക്ക് വലിയ വിജയം അല്ലാഹു നൽകും. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നീ പതറുന്നുണ്ടോ? നീ എങ്ങാനും പതറുന്നുണ്ടോ എന്ന് അല്ലാഹു നോക്കുകയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നോക്കുകയാണ്. നമ്മൾ പതറാൻ പാടില്ല എൻ്റെ മുഅ്മിനീങ്ങൾ ഒരിക്കലും. അല്ലാഹു വലിയ പരീക്ഷണം കൊണ്ട് വരിഞ്ഞു കെട്ടിയാലും ഒരിക്കലും നമ്മൾ പതറരുത്. പതറാതെ അടിയുറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. പരീക്ഷണം ഉണ്ടാവും. അമ്പിയാക്കൾക്ക് പരീക്ഷണം ഉണ്ടായിട്ടില്ലേ? മഹാന്മാരായ ഔലിയാക്കള്, അവർക്ക് പരീക്ഷണം ഉണ്ടായിട്ടില്ലേ? മഹാന്മാർക്കെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണം അവര് നേരിട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇതൊക്കെ ചെറിയൊരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ ദുനിയാവില് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് മാത്രമാണ് അല്ലാഹു നമുക്ക് നൽകുക. ഒരാൾക്കൊരു ഫാത്തിമക്ക്, അല്ല ഖദീജക്ക്, മുഹമ്മദിന്, അബ്ദുൽ ഖാദറിന് അല്ലാഹു താങ്ങുന്നതിനും അവനേക്കായും താങ്ങുന്നതിനും അപ്പുറം അല്ലാഹു അവനക്ക് കൊടുക്കില്ല. അവനക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണം മാത്രം അല്ലാഹു കൊടുക്കുള്ളൂ. അതുകൊണ്ട് വലുതായി പരീക്ഷണ ഘട്ടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ, ഈ എണ്ണത്തിൽ പതിവാക്കിക്കോ എൻ്റെ മുഅ്മിനീങ്ങളെ. 4 അവസര ഘട്ടങ്ങളിൽ ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഈ അത്ഭുത ഇസ്മ? ഏതാണ് ഇസ്മ? മഹാന്മാര് ചൊല്ലാൻ കൊടുക്കുന്ന ഇസ്മാണ്. മഹാന്മാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അവരൊക്കെ ചൊല്ലാൻ കൊടുക്കുന്ന, ദായിമാക്കാൻ കൊടുക്കുന്ന ഒരു ഇസ്മാണ് ഈ ഇസ്മ, ഈ പവർഫുൾ ആയിട്ടുള്ള ഇസ്മ.
ഈ ഇസ്മിനെ കൊണ്ട് അമലെടുത്താൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം, ഏതെല്ലാമാണ് ഇസ്മിന്റെ അതത്, എണ്ണം ഏതെല്ലാമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് ശനിയാഴ്ചയാണ്, വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. വലുതായി പ്രയാസം അനുഭവിക്കുന്നവര്, പൈശാചികമായ മേഖലയിൽ വലുതായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, പല ഭാഗങ്ങൾ പോയിട്ട് ചൂഷണത്തിന് വിധേയമായവര്, വലിയ പ്രതിസന്ധിയും പ്രയാസഘട്ടങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുന്നവര്, ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട്, തടസ്സങ്ങൾ കൊണ്ട്, വിവാഹ തടസ്സങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവര്, ജോലി തടസ്സങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവര്, അതിന്റെ കാര്യങ്ങൾ ധാരാളം മടക്കുവോളം ചെയ്തവര്, പല ഭാഗങ്ങൾ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ നീക്കിയിട്ട് ശരിയാകാത്തവര് നമ്മുമായി ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ ഇത് അവസാനത്തതാണ്, ഇവിടമില്ല അവർക്ക് വിജയം ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ മഹിമ പറയല്ല, അതെല്ലാം നമ്മുടെ ഉപ്പാപ്പമാരുടെ നോട്ടം കൊണ്ടാണ്. അവര് ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ അമല് പറയുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും, ഇബ്താലിയത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലിലാണ്. മുഅ്മിനീങ്ങളെ, വേറൊന്നുമല്ല, എൻ്റെ ശക്തിയോ എൻ്റെ ഒന്നുമല്ല, ഉപ്പാപ്പമാരുടെ കാവൽ കൊണ്ട് മാത്രമാണ്. അവര് പറയുന്നു, ഞാനത് ചെയ്യുന്നു. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഉപ്പാപ്പ ബാഹസൻ ജമലുല്ലൈനി പാപ്പ, അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഈ അത്ഭുത നാമം എന്നറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? ഏതാണ് അത്ഭുതമാക്കപ്പെട്ട ഇസ്മ? യാ ലത്തീഫ് യാ അല്ലാഹ്. യാ ചേർത്ത് ചൊല്ല, യാ ലത്തീഫ് യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് എന്ന് ചേർത്ത് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലാം. യാ ലത്തീഫ്, ലത്തീഫ്, ലത്തീഫ് എന്ന് പറഞ്ഞാൽ, ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന, അതിന്റെ അർത്ഥം സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർദ്ധിക്കുന്നവൻ എന്നെല്ലാമാണ് ലത്തീഫ് എന്ന ഇസ്മിന്റെ മഅന, അർത്ഥം. ഈ ഇസ്മിനെ കൊണ്ട് ഇതിന്റെ അതത് 129 ഇതിന്റെ അതത്. ഈ എണ്ണത്തിൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ ചെയ്യാം. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നടത്തി തരും. ഈ ഇസ്മിനെ കൊണ്ട് 4 രൂപത്തിൽ നമുക്ക് അമലെടുക്കാം. 4 രൂപത്തിൽ, 4 നമ്മുടെ ഹാജത്തുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അമലെടുക്കാം. 4 രീതിയിൽ നമുക്ക് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. ഒന്നാമതായിട്ട് റിസ്ഖിൽ വിശാലതയുണ്ടാവാൻ ഈ ഇസ്മി ചൊല്ലി നമുക്ക് ദുആ ചെയ്താൽ റിസ്ഖിൽ വിശാലത ഉണ്ടാകും. രണ്ടാമതായിട്ട് ആഗ്രഹങ്ങൾ മിന്നലിന്റെ വേഗത്തിൽ പൂവണിയാൻ രണ്ടാമതായി നമുക്ക് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. മൂന്നാമതായിട്ട് ശത്രുവിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ഈസ്മിനെ കൊണ്ട് അമലെടുക്കാം. നാലാമതായിട്ട് ജയിൽ മോചനം ലഭിക്കാൻ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വിദേശ രാജ്യങ്ങളിൽ ജയിൽ കഴിയുന്നവരുണ്ടാവാം, തടവറയിൽ കഴിയുന്നവരുണ്ടാവാം, റിമാൻഡിൽ കഴിയുന്നവരുണ്ടാവാം ചെയ്യാത്ത കുറ്റത്തിന്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, നിങ്ങളെ ഉണ്ടാകും. ഈ ഇസ്മാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ആപൽ ഘട്ടങ്ങളിൽ വലിയ ആശ്വാസം ഉണ്ടാകും. ആപൽ ഘട്ടങ്ങളിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലും പ്രയാസമായിട്ട് കഴിഞ്ഞുകൂടാണ്, അവിടെ വലിയ ആശ്വാസം ഈ ഇസ്മ ചൊല്ലിയാൽ അവനക്കുണ്ടാകും.
കടങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭിക്കും. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവർ, കടം കൊണ്ട് വലയുന്നവർ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലിയാൽ മതി. ഈ ഇസ്മ ഈ അതനുസരിച്ച് എണ്ണമനുസരിച്ച് ചൊല്ലുക. പിന്നെയോ രോഗത്തിൽ നിന്ന് വലിയ ശമനം ലഭിക്കാൻ, മാരകമായ ക്യാൻസർ രോഗികൾ നിത്യമാക്കാം, മാരകമായ ട്യൂമർ രോഗികൾ, അറ്റാക്കിന്റെ പ്രയാസമുള്ളവർ, കിഡ്നി സംബന്ധമായ രോഗികൾ, ലിവർ സംബന്ധമായ രോഗികൾ, വയറ് സംബന്ധമായ രോഗികൾ, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും രോഗമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലുക. ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് ദായിമാക്കി കഴിഞ്ഞാൽ, ഈ എണ്ണത്തിൽ ദായിമാക്കി കഴിഞ്ഞാൽ അല്ലാഹു വലിയ ശിഫാ അല്ലാഹു നൽകും, വലിയ ശിഫാ അല്ലാഹു നൽകും. പിന്നെയോ ആഗ്രഹങ്ങൾ മിന്നലിന്റെ വേഗത്തിൽ പൂവണിയാൻ ഈ ഇസ്മ വലിയ ഉപകാരപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് വലിയ ആഗ്രഹം നടക്കണം, ഒരു ആഗ്രഹം, ഒരു മുന്നിലുള്ള ഒരു ആഗ്രഹം, ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്കൊരു ആഗ്രഹം നടക്കണമെങ്കിൽ, ഒരാഗ്രഹം, ഒറ്റ ആഗ്രഹമാണ്, അത് എത്രയും പെട്ടെന്ന് പൂവണിയണം. ഒരു ആഗ്രഹമുണ്ട്, അത് എത്രയും പെട്ടെന്ന് പൂവണിയണം. എനിക്ക് ഇന്നാലിന്റെ ഒരു സ്ഥലം അർജന്റായിട്ട് വിൽപ്പന നടത്തണം, സെയിൽ നടത്തണം, അല്ലെങ്കിൽ ഇന്നാലൊരു ആഗ്രഹം എത്രയും പെട്ടെന്ന് പൂവണിയണം, എത്രയും പെട്ടെന്ന് പൂവണിയണം. ഒരു ഫണ്ട് റിലീസ് ആവാനുണ്ട്, ഹലാലായ മാർഗത്തിലുള്ള ഒരു ഫണ്ട് റിലീസ് ആവാനുണ്ട്. തടസ്സം കൊണ്ട് അവിടെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലാം. കുറികൾ ധാരാളം ഉണ്ട് കേട്ടോ, കുറികൾ ധാരാളം ഉണ്ട്. ഒരു ഹലാലായ രൂപത്തിലുള്ള കുറി, അതേപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ ധാരാളം വിശദീകരിക്കാണ്ട് കുറിയുടെ പറ്റി. അത് വ്യക്തതയില്ലാത്തതുണ്ട്, ഹറാമായ മാർഗത്തിലുണ്ട്, ഹലാലായ മാർഗത്തിലുണ്ട്. ഹലാലായ ഒരു കുറി അതിന് നറുക്ക് കിട്ടണം. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലാം. അതുകൊണ്ട് നമുക്ക് നമ്മളെ ആഗ്രഹം എന്താണ്? ഹലാലായ രൂപത്തിലുള്ള ആഗ്രഹമാണ്. ആ കുറി കിട്ടി, ഇന്നാലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനാണ്, വീട് പണിയൊന്ന് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ മകന്റെ കാര്യത്തിന് വേണ്ടി ഈ കുറി ഒന്ന് ലഭിക്കണം. ഹലാല എന്ത് മാർഗം ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലാം. ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് ഒരാഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ, ശ്രദ്ധിച്ചോ, വെള്ളിയാഴ്ച രാവിലെ ഒരു 4000 പ്രാവശ്യം ചൊല്ലാൻ പറ്റും. ചൊല്ലാൻ പറ്റും, തയ്യാറല്ലേ? ആഗ്രഹം നടന്നാല് നമുക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവൂലേ? നമ്മളെ മുന്നിലുള്ള ഒരു ആഗ്രഹം അത് വലുതാണ്, ആഗ്രഹം നടക്കണം. അതിനുവേണ്ടി നമുക്ക് ചൊല്ലിക്കൂടെ മുഅ്മിനീങ്ങളെ? ഒരു 4000 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ ഒരു 4000 പ്രാവശ്യം ചൊല്ലാം. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. പെട്ടെന്ന് തീരും, വേണം ഇങ്ങനെ ചൊല്ലാം. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്. എത്ര പെട്ടെന്ന് തീരും, എത്ര പെട്ടെന്ന് തീരും. ഇൻഷാ അല്ലാഹ് ചൊല്ല. ഒരു 4000 പ്രാവശ്യം ചൊല്ലി നിങ്ങളുടെ ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി. ആ ആഗ്രഹമില്ലേ, എന്റെ ആ മനസ്സിലുള്ള ഒരു ആഗ്രഹമില്ലേ, ഹലാലായ ആഗ്രഹമില്ലേ, അല്ലാഹുവിനോട് ചോദിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് ചോദിക്ക, അല്ലാഹു നിറവേറ്റി തരും. രണ്ടാമത്തെ ഇസ്മിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ അമല് ധാരാളം പ്രയാസമായിട്ട് കൂടുതൽ ആളുകളും ബന്ധപ്പെടുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ധാരാളം ചെറുപ്പക്കാര്, ആദ്യകാലങ്ങളിലൊക്കെ പെൺകുട്ടികളാണ് പുര നിറഞ്ഞു നിൽക്കല്, അല്ലെ? നമുക്കൊക്കെ ഉസ്താദുമാർക്കൊക്കെ ദുആ ചെയ്യാനുണ്ടാവല്. പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കാണ്, തങ്ങളെ അവരൊന്ന് കെട്ടിച്ചയക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അങ്ങനെയാണ് പറയാറുള്ളത്. ഇപ്പോഴാണ് നേരെ തിരിച്ചാണ്. ആൺകുട്ടികളാണ് പുര നിറഞ്ഞു നിൽക്കുന്നത്. യുവാക്കൾ ഒരു ഇണയെ കിട്ടാതെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം യുവാക്കൾ, 30, 35, 32 അങ്ങനെ പ്രായം അങ്ങനെ കൂടി വരുന്ന യുവാക്കള്, വിവാഹം നടക്കാത്തവര്, തടസ്സം കൊണ്ട് വിവാഹം അടുക്കാത്തവര്, അങ്ങനെ ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്നവരുടെ, നമ്മളെ
നമ്മളെ സമീപിക്കുന്നവരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ മുഅ്മിനീങ്ങളെ. ഈ ഇസ്മിനെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ അമല് വുളൂഅ് ചെയ്യാം. ശരീരം ശുദ്ധിയാക്കി വുളൂഅ് ചെയ്തതിന് ശേഷം ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക. ആവശ്യ നിർവഹണത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ച് ഒരു 100 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഒരു 100 പ്രാവശ്യം ഈ ദിക്ർ, ഈ ഇസ്മിനെ ചൊല്ലാം. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. സിമ്പിൾ അല്ല എൻ്റെ യുവാക്കളെ, സിമ്പിളാണ്. മക്കൾക്ക് കാണിച്ചു കൊടുക്കി. ഇത് ചൊല്ലാൻ പറ്റൂലേ? ചൊല്ലാൻ അവരോട് ചോദിക്കുക. അവരെന്നെ ചൊല്ലണം. അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക്, ഉമ്മാക്ക് ചൊല്ലാം വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്. അവരെന്നെ ചൊല്ലുമ്പോ, അവനാൻ ചെയ്യുമ്പോ ഏറ്റവും എഫക്റ്റീവ് ചെയ്യും. ഇത് ഏത് അമലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നിങ്ങളെ അവനാൻക്ക് വേണ്ടി ചൊല്ലുക. അതാണ് ഏറ്റവും കൂടുതൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യില്ല. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മക്കളോട് പറയും 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ഒരു 100 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യാം. നമ്മളെ ആഗ്രഹമല്ലേ? എന്താണ് ആഗ്രഹം? ഒരു വിവാഹം നടക്കണം, ഒരു സ്വാലിഹത്തായ ഒരു ഇണ അല്ലാഹുവേ എനിക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇനി പെൺകുട്ടികളാണെങ്കിൽ ഒരു സ്വാലിഹീങ്ങളായ ഇണകളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരു സ്വാലിഹായ ഒരു ഇണയെ അല്ലാഹുവേ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഒരു ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഇണ അടുക്കുന്നതായി കാണാം. പിന്നെയോ ശത്രുവിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. ശത്രുക്കളെ നമ്മളിങ്ങനെ ഭയക്കുകയാണ്. അവന്റെ ആക്രമണം എപ്പോഴും ഉണ്ടാവാം, അവനിൽ നിന്നുള്ള ആക്രമണം എപ്പോഴും ഉണ്ടാവാം. അവന്റെ ശത്രുവാണ്. ആ ശത്രുവിൽ നിന്ന് ആക്രമണം ഉണ്ടാവാതിരിക്കാൻ, അവനൊന്നും മയപ്പെടുത്താൻ, അവന്റെ മനസ്സൊന്നും മയമുണ്ടാവാൻ നമുക്ക് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. അങ്ങനെ ധാരാളം ജയിൽ മോചനം ലഭിക്കാൻ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ അകപ്പെട്ടു പോകുന്നവര്, GCC കൺട്രികളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യാത്ത കുറ്റത്തിന് അകപ്പെട്ടു പോകുന്നവര് നമ്മളെ സമീപിക്കാറുണ്ട്. നമ്മൾ അവർക്ക് ഈ അമല് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അവർക്ക് ഈ എഫക്ട് ചെയ്തതുമാണ്. ഇത് മുജറബായിട്ടുള്ള ഒരു ഇസ്മാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചൊല്ല്. ആർക്കെങ്കിലും അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ജയിൽ അകപ്പെട്ടു പോയവര് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ കൊണ്ട് ഇൻഷാ അല്ലാഹ് അമലെടുത്തു കഴിഞ്ഞാൽ ആ ജയിൽ അകപ്പെട്ടവര് മോചനം അവർക്ക് ലഭിക്കും. അത്ഭുതമെന്നോണം അവർ മോചിതരാവുന്നതായി നിങ്ങൾക്ക് കാണാം. അങ്ങനെ വലിയ അത്ഭുത കലവറയാണ് ഈ യാ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഇസ്മ. ധാരാളം ആളുകൾ ചൊല്ലുന്നവരാണ്, ജീവിതത്തിൽ ദായിമാക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചൊല്ലാം. എന്നും ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ പ്രയാസങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ മക്കൾക്കോ നമ്മളെ ഭർത്താവിനോ ആർക്കും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും, ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ മിന്നലിന്റെ വേഗത്തിൽ പൂവണിയും. ആരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവര് വലിയതായിട്ട് മോചനം അവർക്ക് ലഭിക്കും. ആ പ്രയാസത്തിൽ നിന്ന് വലിയ മോചനം അവർക്ക് ലഭിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ അത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ കൊണ്ട്
അമലെടുക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മിനെ കൊണ്ട് ഇത്ര എണ്ണത്തിൽ അമലെടുക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങളെ നീ ചേർക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ആരും മറക്കണ്ട. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചൊല്ലി ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ആഗ്രഹങ്ങൾ അല്ലാഹു പൂർണ്ണിച്ചു നൽകും. എന്താഗ്രഹങ്ങളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ സയ്യിദിയ മജ്ലിസിലെ 5:30 മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഈ മാസത്തില് നമ്മൾ ധാരാളമായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസാണ്. ഈ മാസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ ധാരാളമായി അധികരിപ്പിച്ച് ചൊല്ലാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിൽ ആ മജ്ലിസിലൊന്ന് പങ്കാളികളാവണം. കാരണം ധാരാളം മുറാദുകൾ ഉള്ളവരാണ് നമ്മൾ. ധാരാളം മുറാദുകൾ നമ്മൾ ദിക്ർ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, എന്നും ദായിമാക്കുന്ന ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി എല്ലാവരുടെയും മജ്ലിസിലേക്ക് കമന്റ് വഴി അറിയിച്ച ദുആ വസിയത്തുകൾ വായിച്ചവർക്ക് കൂട്ടമായി ദുആ ചെയ്യുന്ന മജ്ലിസാണ്. വലിയ മജ്ലിസിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ ഒരിക്കലും നിങ്ങൾ പായാക്കരുത്. 5:30 സമയം മറന്നു പോകണ്ട. 5:30 നമ്മളിത് അറിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയിക്കുക. ഫാത്തിമയുടെ അടുത്താണ് ഈ വീഡിയോ എത്തുന്നതെങ്കിൽ ഫാത്തിമ ഖദീജയിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാം. ഇതിന്റെ പ്രചാരകരായിട്ട് നിങ്ങൾ മാറുക ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നമ്മളെ മജ്ലിസിനെ നീ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഉയർത്തണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.